ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. നമുക്ക് ഇന്നത്തെ ഗോൾഡ്, യൂറോ യുഎസ്ഡി അതുപോലെ നിഫ്റ്റി ഇതിൻ്റെ മൂന്നിൻ്റെ ഇന്നത്തെ ലെവൽസൊക്കെ ഒന്ന് നോക്കാം. മാർക്കറ്റ് ഓവറോൾ ബൈയിങ്ങിലേക്കാണോ അതോ സെല്ലിങ്ങിലേക്കാണോ സാധ്യത കൂടുതലെന്ന്. ഫസ്റ്റ് നമുക്ക് എപ്പോഴത്തെയും പോലെ തന്നെ ഗോൾഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഇന്നലെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യതയെന്ന് കൂടുതലായിട്ടുണ്ടായിരുന്നത്. പിന്നെ ആകെ ഒരു സെല്ലിന് സാധ്യത പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീമിയത്തിൽ സെൽ സോണിലേക്ക് വരുമ്പോൾ ഇവിടുന്ന് ചെറിയൊരു ട്രേഡായിരുന്നു. പിന്നീട് നമുക്ക് വേറെ ട്രേഡോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബൈയിലേക്കുള്ള ലിക്വിഡിറ്റി ഒന്നും എടുത്തില്ല. പിന്നെ നൈറ്റ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ദിവസം സാധ്യതകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഏറ്റവും നല്ലൊരു ട്രേഡിനുള്ളൊരു സാധ്യത ഞാനിവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബ്രേക്ക് ചെയ്ത ഒരു ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യതയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് വന്ന ഹൈയിലൊരു സെല്ലിലേക്കുള്ളൊരു ലിക്വിഡിറ്റി എടുത്ത് അതുപോലെ 4 ഹവറിലൊരു സെൽ സോണിൽ നിന്നുമാണ് മാർക്കറ്റ് റിവേഴ്സ് ആയിരിക്കുന്നതെന്ന് കാണാൻ പറ്റുന്നത്. ഇനി അതേപോലെ തന്നെ ഇപ്പോൾ ട്രെൻഡ് റിവേഴ്സലിന് സാധ്യതയാണ് 50 മില്ല് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റുന്നതും. അതുകൊണ്ട് തന്നെ ഗോൾഡ് ഇന്നത്തെ ദിവസം ഈ ഒരു ബൈയിങ് സോണിലേക്ക് വന്നതിന് ശേഷം ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ട്രേഡിനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഇനി അതേപോലെ തന്നെ ഇതിലേക്ക് വന്നതിന് ശേഷം ഈ ഒരു ബൈയിങ് സോണിലേക്ക് വന്നതിന് ശേഷം 50 മില്ല് ഒരു മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടുവാണെങ്കിലും നമുക്ക് ബൈയിലേക്ക് തന്നെ ഗോൾഡ് നോക്കി പോകാനായിട്ട് പറ്റും. ഇനി മൈനർ ട്രെൻഡ് കിട്ടുവാണെങ്കിലും നമുക്ക് അതിൻ്റെ കണ്ടിന്യൂവേഷൻ ട്രേഡുകളും പിന്നെ നോക്കി ബൈയിലേക്ക് തന്നെ പോകാനായിട്ട് പറ്റും കേട്ടോ. ഇവിടുത്തെ ഫസ്റ്റ് സാധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് വന്ന് ഈ ഒരു ബൈയിങ് സോണിലേക്ക് വന്നു ഡയറക്റ്റായിട്ട് 1 മില്ലിലെ കൺഫർമേഷൻ കിട്ടിയാലും ഏകദേശം ഈ ഒരു സെല്ലിൻ്റെ ഒരു 50% വരെയെങ്കിലും മാർക്കറ്റ് വരാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. ഈ ഒരു സെൽ സോൺ വരെയെങ്കിലും മാർക്കറ്റ് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ട്രേഡിന് ഇവിടെ നിന്നൊരു സാധ്യതയുണ്ട് കേട്ടോ. ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു സാധ്യതയാണ് ഇതിനകത്ത് കാണുന്നത്. ഇനി മാർക്കറ്റ് എന്താണ് ഇവിടെ നിന്നും ബൈയിലേക്കുള്ള കൺഫർമേഷനോ കാര്യങ്ങളൊന്നും തന്നില്ല, ഈ ലോയിനാണ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഇത് സെല്ലിലേക്കുള്ള ട്രെൻഡായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഇൻഡ്യൂസ്മെൻറ്റോ അതുപോലെ ഈ സെല്ലിംഗ് സോണിലേക്ക് വരുവാണെങ്കിലും പിന്നെ നമുക്ക് സെല്ലിലേക്ക് തന്നെ നോക്കി പോകാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു സാധ്യതയാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പോൾ ബയ്യേഴ്സിന് ഏറ്റവും നന്നായിട്ട് ആക്റ്റീവ് ആവാൻ പറ്റിയൊരു ഏരിയ ആണിത്. കാരണം ഇത്രയും നല്ലൊരു സെല്ല് വന്നതാണ്, ഇവിടെ നല്ലൊരു റീട്രേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, ഒരു വൺ ഡയറക്ഷനായിട്ട് വന്നതാണ്. ഇവിടുന്ന് ഒരു കൺഫർമേഷൻ അത്യാവശ്യം ബൈയിലേക്ക് ഒന്ന് പുഷ് ചെയ്യാൻ സാധ്യത കാണുന്നുണ്ട്. ഏറ്റവും ലോയും കൂടെ അല്ലേ, ഏറ്റവും ലോയിലൊരു ബൈയിങ് സോണും കൂടെയാണ്. കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി കേട്ടോ, അല്ലാത്ത പക്ഷം ട്രേഡോ കാര്യങ്ങളൊന്നും നോക്കണമെന്നില്ല. ഈ ഒരു സാധ്യതയാണ് ഗോൾഡിൽ വരുന്നത്. ഇനി അതുപോലെ തന്നെ യൂറോ യുഎസ്ഡിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിലും ഇന്നലെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ലെവൽസ് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ അവിടെ നിന്ന് വർക്കായിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻട്രി കിട്ടിയത് പ്രീമിയത്തിൽ പോയിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ട്രേഡിനോട് സാധ്യതകൾ കിട്ടിയിട്ടില്ല. ഇനി അതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തേക്കുള്ള സാധ്യതകൾ നോക്കുകയാണെങ്കിൽ വീണ്ടും മൈനർ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ യൂറോ യുഎസ്ഡിയിൽ ബൈ നോക്കാനായിട്ട് പറ്റുന്ന ആകെ ഒരു ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു ബൈ നോക്കാം. ഈ ഒരു സാധ്യതയാണ് യൂറോ യുഎസ്ഡിയിൽ ബൈയിലേക്ക് വരുന്നത് കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് എന്താണ് ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹൈന്ന് എന്താണ് ബൈയിൽ ലിക്വിഡിറ്റി ഒന്നും എടുക്കാതെ സെല്ലിലേക്ക് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത് സെല്ലേഴ്സിൻ്റെ വ്യൂയിലേക്ക് വരുവാണെങ്കിൽ പ്രീമിയത്തിലേക്ക് വരുമ്പോൾ സെല്ല് വരാനും സാധ്യതകൾ കൂടുതലുണ്ട്. ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ സെല്ലിലേക്കുള്ളൊരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. നെക്സ്റ്റ് ഹൈനെ എടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം മാർക്കറ്റ് വന്ന് ഈ ഒരു സെല്ലിംഗ് സോണിലേക്ക് ടച്ച് ചെയ്തതിന് ശേഷം ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് യൂറോ യുഎസ്ഡിയിൽ നല്ലൊരു സെല്ലിന് സാധ്യതകൾ കാണുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു സെല്ലിംഗ് സോൺ നമുക്ക് നോക്കാനായിട്ട് പറ്റും. തൊട്ട് മുകളിൽ ഈ ഒരു സെല്ലിംഗ് സോൺ നമുക്ക് നോക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ബൈ എന്ന് പറയുന്നത് ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ബൈ നോക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ഇതിന് ശേഷം മാർക്കറ്റ് ഒന്ന് ഈ ലോയിന് ബ്രേക്ക് ചെയ്ത് വീണ്ടും ഒരു സെല്ലിലേക്കുള്ള ട്രെൻഡ് കൺഫേം ആയ പിന്നെ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ട്രേഡുകൾ നമുക്ക് സെല്ലിലേക്ക് തന്നെ എടുത്ത് പോകാനായിട്ട് പറ്റും കേട്ടോ. ഇത്രയും സാധ്യതയാണ് യൂറോ യുഎസ്ഡി കാണുന്നത്. ഫസ്റ്റത്തെ ഒരു സെല്ലിൻ്റെ സാധ്യത എന്ന് പറയുമ്പോൾ ഈ ഒരു ഹൈയിലെ ലിക്വിഡിറ്റി മാർക്കറ്റ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇനി സെൽ സോണിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു സെല്ലിന് സാധ്യതയുണ്ട്. ഇനി ഇതിൽ തന്നെ വന്നതിന് ശേഷം ഇവിടുന്ന് മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് 50 മിനിറ്റ് കിട്ടുവാണെങ്കിൽ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ട്രേഡുകളും നമുക്ക് എടുത്ത് പോകാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ സാധ്യതകളൊക്കെയാണ് യൂറോ യുഎസ്ഡിയിലും കാണുന്നത്. ഇനി നിഫ്റ്റീൻ്റെ ഒരു ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നലെ മാർക്ക് ചെയ്ത 50 മില്ല് ലിക്വിഡിറ്റിയിലേക്കൊന്നും മാർക്കറ്റ് എത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് ബൈയിലേക്ക് മാർക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ലിക്വിഡിറ്റി നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇതാണ് ബൈയിലേക്ക് ഒരു ലിക്വിഡിറ്റി ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ സെല്ലിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി നമുക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. മാർക്കറ്റ് എന്താണ് ഈ ഒരു ലോയിലേക്ക് വന്നതിന് ശേഷം ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ ബൈയിലേക്ക് നോക്കാം. ഇനി അതേപോലെ കുറച്ചും കൂടി സാധ്യത കൂടുതലുള്ളത് ഈ ഒരു ലിക്വിഡിറ്റിയാണ്. ഇതിലേക്ക് വന്നാലും സെല്ലിന് അത്യാവശ്യം നല്ല സാധ്യതയുണ്ട് കേട്ടോ. ഇനി ഒരു ഗ്യാപ്പ് അപ്പിലൊക്കെ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ലിക്വിഡിറ്റിയും വേണമെങ്കിൽ ബൈയിലേക്ക് എടുക്കാനായിട്ട് പറ്റും. ഇത്രയും സാധ്യതകളാണ് ഇന്നത്തെ ദിവസം വരുന്നത്. ഏറ്റവും നല്ലൊരു ട്രേഡിൻ്റെ സാധ്യത എന്ന് നോക്കുകയാണെങ്കിൽ ഗോൾഡിലാണ് കാണുന്നത്. ഗോൾഡിൽ അത്യാവശ്യം നല്ലൊരു ട്രേഡിന് സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിലേക്ക് അറിയിക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് വീഡിയോ ഷെയർ എത്തിക്കാനും ശ്രമിക്കുക. നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്തിയിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ.